മുഖ്യമന്ത്രി വരുന്നത് പ്രമാണിച്ച് ആലപ്പുഴ ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർക്ക് കട തുറക്കാൻ വിലക്ക്. കട തുറക്കരുതെന്ന് കാണിച്ച് ചെറുകിട കച്ചവടക്കാർക്ക് പോലീസ് നോട്ടീസ് നൽകി. തുറമുഖ വകുപ്പിൽ പണമടച്ച് ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന 100-ലധികം വരുന്ന ചെറുകിട കച്ചവടക്കാർക്കാണ് ഈ നോട്ടീസ്. ചില കടകൾക്ക് മാത്രമാണ് ആദ്യം വിലക്ക് വന്നിരുന്നത്. പിന്നീട് മുഴുവൻ കടകളും തുറക്കരുതെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അവിടെ കടുത്ത പ്രതിഷേധത്തിലാണ് ഈ കച്ചവടക്കാർ. ഒരു 8-9 മണിയായിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് പറഞ്ഞ് ഇവിടെ നാളെ കട തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നാളത്തെ ഒരു ദിവസത്തെ പ്രതീക്ഷിച്ചാണ്. അപ്പോൾ ഈ കുറേ നാളായിട്ട് കച്ചവടമൊന്നും ഇല്ല. ഞങ്ങളുടെ നോയമ്പൊക്കെ കഴിഞ്ഞ് പൊതുവെ കച്ചവടം ഇവിടെ മടുപ്പാണ്. അപ്പം മുഖ്യമന്ത്രിയൊക്കെ വരുന്നതല്ലേ, കുറച്ച് ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ഇവിടുന്നും പറഞ്ഞ് 1 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പം ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് വെക്കുകയും ചെയ്തു. മാർക്കറ്റിൽ രാവിലെ പോയി മേടിച്ചോണ്ട് രാവിലെ തുറക്കാം. ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗമാണിത്. ഞങ്ങൾക്ക് എന്തെങ്കിലും അറിഞ്ഞ് കിട്ടുന്ന സമയങ്ങളാണ്. ആ സമയത്ത് വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് തുറക്കാൻ പാടില്ല എന്ന് പറയുമ്പം നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മുടെ സർക്കാർ നമ്മുടെ കൂടെ ഇപ്പം പാവങ്ങളുടെ കൂടെയാണെന്നാണ് പറയുന്നത്. ഇപ്പം പാവങ്ങളുടെ കൂടെയാണ്, പണക്കാരുടെ കൂടെയാണ്, ഒന്നും അറിയാൻ വയ്യ. ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടാണ്, ആരൊക്കെ അറിഞ്ഞിട്ടാണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളൊരു പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാളുമല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി അന്നന്ന് കഴിയുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. അല്ല, ഞങ്ങളൊന്നും ഇതുകൊണ്ട് കൊണ്ടുപോയി ആ ബാങ്കിൽ കൊണ്ട് അക്കൗണ്ട് ഇടാനൊന്നും ഇല്ല. അന്നന്ന് കിട്ടി ഞങ്ങളുടെ കുടുംബങ്ങൾ കഴിയുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തി വരുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഒരു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്നായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ നേരത്തെ പറയണമായിരുന്നു നമുക്കിങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. ഇവർ നേരത്തെ ഇൻഫോം ചെയ്യണമായിരുന്നു. ഇതൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല. പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ മാനസിക ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമുക്ക് ഇതിനെ വെച്ച് തന്നെ 5-6 കുടുംബങ്ങൾ ജീവിക്കണം. അരിവാണിക്കാൻ കൂടെ പൈസ ഇല്ല. കടയിലിട്ട് നമ്മൾ വേറെ വഴിയില്ല. നമുക്ക് ഏതെങ്കിലും നമ്മളൊരു ചായ ഇതുപോലെ പൊടി എല്ലാം ഇട്ട് കൊടുക്കണം. വേറെ ഒരു കാര്യം നമുക്കില്ല. പട്ടിണിയാണെന്ന് നമ്മളെ തുറന്നില്ലെങ്കിൽ എല്ലാവരും ആ കുടുംബങ്ങളെല്ലാം ഇതാവും. എങ്ങനെയെങ്കിലും നമ്മൾ കട തുറന്നേ ആകണം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. നമ്മളെ അരിവാണിക്കണമെങ്കിൽ ഇതിനെ പോയി തന്നെ അരിവാണിക്കണം. വേറെ നമുക്ക് ഒരു വഴിയില്ല എന്നിരിക്കും. വേറെ നമ്മൾ ബിസിനസ് നടത്തി ഇത് കൂട്ടിയിട്ട് 5-6 കുടുംബങ്ങൾ പട്ടിണിയാവും. പെട്ടെന്നൊരു തിരിച്ചടിയായിപ്പോയി. കാര്യം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു പേപ്പർ വന്നിട്ട് പറഞ്ഞ് കട തുറക്കരുതെന്ന് പറഞ്ഞു. സാറേ, ഇത് വെള്ളക്കടയാണ്, ബജി പൊരിക്കുന്ന കടയല്ല, വെള്ളമാണ്, സ്റ്റൗ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും പറഞ്ഞ് വെള്ളക്കടയാണെങ്കിലും എന്താണേലും സ്റ്റേജ് തൊട്ട് കടൽപ്പാലം വരെ തുറക്കണ്ടെന്ന് പറഞ്ഞു. അതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചതാണ്. ഇത്രയും ജനം വരുന്നതല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി വന്നിച്ച് പറയുന്നത് നിങ്ങൾ തുറക്കരുത്. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നത് അതിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഇതെല്ലാം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, ഇത് മേളിൽ നിന്നുള്ള ഓർഡറാണ്, ചെയ്യണമെന്ന് പറഞ്ഞു. സാഹചര്യമല്ല, ഈ സ്റ്റേജ് മുതൽ കടൽപ്പാലം വരെയുള്ള കട തുറക്കരുത്, ഒരു കടയും തുറക്കാൻ പാടില്ല. ആരെങ്കിലും വന്ന് പരിശോധന നടത്തിയിരുന്നോ? എന്തെങ്കിലും അപകട സാഹചര്യം ഉണ്ടോ? ആദ്യം വന്ന് പരിശോധന നടത്തിയിട്ട് സ്റ്റൗ ഉപയോഗിക്കുന്ന എല്ലാ കടകളും നാളെ അടക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് ഇപ്പോൾ വന്ന പേപ്പർ എല്ലാ കടകളും കൊടുക്കണം. വെള്ളം, അപ്പം ഞാൻ പറഞ്ഞു വെള്ളം വിൽക്കുന്ന കടയാണിത്, വേറെ സ്റ്റൗ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഏതാണേലും മേളിൽ നിന്നുള്ള ഉത്തരവാണ്, തുറക്കാൻ പാടില്ല. വയറ്റിതടിച്ച അവസ്ഥയാണ്. അതാണ് വയറ്റിതടിച്ച അവസ്ഥ തന്നെയാണ്. ഓവറായിട്ട് സാധനവും വെള്ളവും എല്ലാം ഇറക്കി വെച്ചേക്കുവാ നമ്മള്. അപ്പം അതെല്ലാം ഇനി കച്ചവടം വരുന്നോടം വരെ ചിലപ്പോൾ നഷ്ടമാവും. നാരങ്ങാക്കാണെങ്കിലും ചീത്തയായി പോകും. മുഖ്യമന്ത്രി വരുന്നു എന്ന് കരുതുമ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന ഇല്ല, നമ്മള് നല്ല കച്ചവടം പ്രതീക്ഷിച്ചത്. ഇത്രയും ജനങ്ങൾ ഇത്രയും കസാരയൊക്കെ വന്നപ്പോൾ വിചാരിച്ച് ഒരുപാട് കച്ചവടം പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. എന്ത് റിക്വസ്റ്റ് ആണോ ഉള്ളത്? ഇത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ആണോ മുഖ്യമന്ത്രിയോടുള്ളത്? അതെ, സത്യം, തീർച്ചയായിട്ടും വിഷമം തോന്നുന്നു. വളരെ കടം മേടിച്ചാണ് ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടത്. ഇനി എത്ര ദിവസം കൊണ്ട് ഇത് വിറ്റ് തീരാനാ? വളരെ വിഷമമുണ്ട്. എന്നാൽ സുഖമില്ലാത്തൊരു മനുഷ്യരാണ്. വെറും വെള്ളക്കട മാത്രമാണ്. അതത്രേ ഉള്ളൂ, വെള്ളം മാത്രമേ ഉള്ളൂ. അപകടം ഉണ്ടാക്കാൻ ഒരു സാഹചര്യമില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് നിൽക്കാൻ, പാപ്പയെ സഹായിക്കാന്നൊക്കെ വിചാരിച്ച് വന്ന് ആണ്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? 5-6 കൊച്ചുമക്കളും ഞങ്ങളും ഒക്കെ ഉണ്ട്, ജീവിക്കണം. അതിൻ്റെതായിട്ടുള്ള പ്രയാസമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 10-40 കടയുണ്ട്. അതിൽ ഈ ഭാഗത്ത് മാത്രം അതിൽ ഒരു 10-100 പേരിൽ കൂടുതൽ ജീവിതമാർഗമുണ്ട്. ഇന്ന് വന്നുവെച്ചും പെട്ടെന്ന് വന്നുവെച്ചും അടക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയാനാണ്. അതൊരു ഓഫീസറൊക്കെ വന്നിച്ചും അടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് സുരക്ഷിതത്തിൻ്റെ പേരിലാണ് അവർ അടക്കാൻ പറഞ്ഞത്.
അത് നമ്മൾ മറ്റു പാർട്ടിക്കാരെല്ലാം വിളിച്ചപ്പോഴും അവരും അത് തന്നെ പറയണത് മേളിൽ നിന്നുള്ള ഓർഡറാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഇങ്ങനെ ചെയ്തേ അവരുമായിട്ട് സഹകരിച്ച് പോകാനേ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് അവരും പറഞ്ഞത്. എന്താ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ നമുക്കിപ്പോൾ നാളത്തെ ഉപജീവന മാർഗം മുടങ്ങി. അത് ഇത്രയും കടക്കാരുടെയും ഉപജീവനം നാളെ മുടങ്ങി. നാളത്തെ ഒരു സാഹചര്യം ഇത് വെള്ളം മാത്രം വെക്കുന്ന കടകളല്ലേ? ഇത് ഞാൻ ഐസ്ക്രീം മാത്രമാണ്. അതേപോലെ എല്ലാവരും ഓരോന്നും വിൽക്കുന്ന കടക്കാരില്ല. ആർക്കും പ്രവേശനമില്ല. ചെറിയ ഐസ്ക്രീം വിൽക്കുന്ന ആളുകൾ ഒന്നിനും ഒരു പടിഞ്ഞാട്ട് പോലും വണ്ടി ഇറക്കത്തില്ല എന്നുള്ളതാണ് തീരുമാനം. പോലീസിന്റെ തീരുമാനം അതാണ്. കപ്പലിന്റെ കച്ചവടക്കാർ ഒരു കുഞ്ഞിനെയും അകത്തോട്ട് കയറ്റത്തില്ല എന്നുള്ളതാണ്. ഇത്രയും ജനങ്ങൾ വരുമ്പോൾ വെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എന്താ ചെയ്യുക? അതേപോലെ ചിലപ്പോൾ അവർക്ക് കാണുന്ന സംവിധാനം അവർക്ക് കാണും. ചിലപ്പോൾ ഇതിനു മുമ്പ് ഇതേപോലെ പരിപാടി നടത്തുമ്പോൾ അവർക്ക് ഇതിന്റെ വെള്ളത്തിന്റെ ഒക്കെ സംവിധാനം അവർക്ക് ഉണ്ടായിരുന്നതാണ്. ഈ ഇത്തരം പരിപാടികൾ ബീച്ചിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നല്ല കച്ചവടം നടക്കുന്നതല്ലേ? സ്വാഭാവികമായിട്ടൊന്നും ഇല്ല. ഈ പാർട്ടി പരിപാടി എന്ത് വന്നാലും നമുക്ക് ഉള്ള പണി കൂടെ ഇല്ലാതാകുകയാണ്. ശരണ്യ സ്നേഹജന വിവരങ്ങളുമായി. ശരണ്യ ആ പറഞ്ഞു നിർത്തിയതാണ്, ഒരു സാധാരണ കുറച്ച് ആളുകൾ ഒന്നിച്ച് വന്നാൽ ഈ പാവം പിടിച്ച മനുഷ്യന്മാർക്ക് ഒത്തിരി കച്ചവടം കിട്ടും. അവർക്ക് ഈ ഒരു വെക്കേഷനൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഈ സമയത്താണ് ഒരു ഇത്തിരി കച്ചവടം കിട്ടുന്നത്. ഇത് പ്രതീക്ഷിച്ച് തയ്യാറെടുത്തവരുണ്ട്. ഇതിപ്പോൾ ഇവർ എന്ത് തരത്തിലുള്ള ഈ 1 ലക്ഷത്തോളം ആളുകൾ എത്തുമ്പോൾ ആ ആളുകൾക്ക് ഒന്നുമില്ലാത്ത തരത്തിൽ അവരുണ്ടാക്കുന്ന സുരക്ഷാ ആശങ്ക ഒന്നുമില്ലാത്ത തരത്തിൽ ഈ പാവം പിടിച്ച 120 മനുഷ്യന്മാർ എന്ത് സുരക്ഷാ ആശങ്ക തീർക്കുമെന്നാണ് ഇവർ പറയുന്നത്? ശ്രീജ, വളരെ കഷ്ടമാണ് അവരുടെ അവസ്ഥ. കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആലപ്പുഴ ബീച്ചാണ്. എത്ര ആളുകൾ വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള 5 ലക്ഷം പേർ വരെ പങ്കെടുക്കുന്ന പരിപാടികൾ നടന്നിട്ടുള്ള ഒരു ഇടമാണ്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ വന്ന് പരിപാടികൾ അവതരിപ്പിച്ച് പോയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പോയിട്ടുള്ള ഒരു ഇടമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം വലിയൊരു വിവാദത്തിലേക്ക് പോകുന്നത്. വിവാദമെന്നതിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ആ സന്ദർശനം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. KPMSന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി വൈകിട്ടാണ് മുഖ്യമന്ത്രി എത്തുക. വൈകിട്ട് 6 മണിയോടുകൂടി ആണ്. 4 മണിയാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെങ്കിലും വെള്ളാപ്പള്ളി നടേശന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള പരിപാടികൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6 മണിയാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ആ സമയമെന്നല്ല, രാവിലെ മുതൽ തന്നെ കടകളെല്ലാം അടക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. ആദ്യം വ്യക്തമായൊരു പ്ലാനിംഗ് ആദ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല നോട്ടീസുകളായി സൗത്ത് പോലീസും പോർട്ടും ഒപ്പം തന്നെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ചെറിയ കടകളുണ്ടല്ലോ, ഇത് ബീച്ചിനോട് ചേർന്ന് ബീച്ചിന്റെ വഴി ഈ ഹൈവേ നിർമ്മാണം നടക്കുന്ന ആ ഭാഗത്തോട് ചേർന്ന് നിരപ്പായി ഉള്ള കടകളാണ്. ഇത് മറ്റൊരു രീതിയിലും ഒരു ഡിസ്റ്റർബൻസ് വരുന്ന ആളുകൾക്ക് ഉണ്ടാക്കാത്ത, എന്നാൽ അവരുടെ ജീവിതമാർഗം കൂടി കടന്നു പോകുന്നതാണ്. ഒരുപക്ഷെ ആദ്യത്തെ നോട്ടീസ് നൽകിയതെന്ന് പറയുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ പ്രവർത്തിക്കുന്ന ബജ്ജിക്കടകളുണ്ട്, അത് ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അവരോട് നൽകിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ചായയും മറ്റുമൊക്കെ വിൽക്കണമെങ്കിൽ ഫ്ലാസ്കിനകത്ത് അത് സൂക്ഷിക്കാം. ഇത്രയും ഒരു ക്രൗഡ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തു. അവരത് അംഗീകരിച്ചു. എന്നാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ രാത്രി 9 മണിക്ക് ശേഷം ആദ്യം പോർട്ടാണ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് സൗത്ത് പോലീസ് നോട്ടീസ് നൽകുകയായിരുന്നു. സൗത്ത് പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരം വ്യക്തമാക്കുന്നത് ഒരു ഷോപ്പുകളും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവരെ എത്തിക്കാൻ കാരണമായത് എന്നുള്ളതാണ്. ഈ കടകളൊക്കെ തന്നെയും തുറമുഖ വകുപ്പിന് കൃത്യമായി പണം നൽകി അവർ നിയമാനുസൃതം അനുമതി വാങ്ങി പ്രവർത്തിക്കുന്ന കടകളാണ്. ഒപ്പം തന്നെ കപ്പലിന്റെ കച്ചവടക്കാരുണ്ട്, ചെറുകിട ഐസ്ക്രീം വിൽക്കുന്ന ചെറിയ വണ്ടികൾ ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സന്ദർശനം മാറുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വിഷമകരമായ അവസ്ഥ എന്ന് തന്നെ പറയാം. നമ്മൾ ഇന്നലെ രാത്രി ഈ ഉത്തരവ് കിട്ടിയതിനെ തുടർന്ന് ന്യൂസ് 18 വാർത്താ സംഘം ഈ ബീച്ചിലെത്തി ഇവിടുത്തെ കച്ചവടക്കാരുടെ ഒരു അവസ്ഥ കണ്ടു. പലരും ഇന്നത്തേക്കുള്ള ഒരു പരിപാടിക്ക് വേണ്ടി അവർ ധാരാളം വെള്ളം കരുതിയവരുണ്ട്, സാധനങ്ങൾ വാങ്ങിയവരുണ്ട്. കാരണം ഇന്ന് ഈ ഏകദേശം 1 ലക്ഷത്തോളം പേര് എത്തുമെന്നൊക്കെയാണ് KPMS പറയുന്നത്. എങ്കിൽ പോലും പോലീസിന്റെ വേർഷൻ എന്ന് പറയുന്നത് 10,000-ഓളം പേർ പങ്കെടുക്കുമെന്നാണ്. അങ്ങനെ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് അത്തരത്തിൽ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായും അവർ പ്രതീക്ഷിച്ചത് കച്ചവടം ലഭ്യമാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയായിരുന്നു. ഈ പെരുന്നാളിന് ശേഷം, അതായത് റംസാന് ശേഷം വലിയ കച്ചവടം ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അത് മൊത്തത്തിലൊരു അവധിയും സീസൺ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നതായപ്പോൾ അതിനകത്ത് സ്വാഭാവികമായും വരുന്ന
വരുന്ന ആളുകൾക്ക് വെള്ളവും മറ്റ് അവശ്യ വസ്തുക്കളും ഒക്കെ വേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു കരുതൽ ഉണ്ടായിരുന്നു. കച്ചവടം നടക്കുമെന്നുള്ള ഒരു സന്തോഷകരമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഈ ദൈനംദിനം വരുമാനം കിട്ടുന്ന ഈ കടകളെല്ലാം തന്നെ, കടകളിലെ ആളുകളെല്ലാം തന്നെ അവർ കുറെ സാധനങ്ങൾ കരുതുകയും ചെയ്തു. അങ്ങനെ കരുതിയവർക്കുൾപ്പെടെ തിരിച്ചടി കിട്ടിക്കൊണ്ടാണ്, അതും ഏറ്റവും ഒരു ലാസ്റ്റ് മൊമെന്റിൽ കൊണ്ടുവന്ന് ഒരു നോട്ടീസ് നൽകുക എന്നുള്ളത് ഒട്ടും മര്യാദയല്ല. കാരണം ഇന്നലെ രാത്രി 9:30 സൗത്ത് പോലീസ് നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി അത്തരത്തിലൊരു നോട്ടീസ് നൽകി പോയിട്ടുള്ളത്. കാരണം ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനകത്ത് ഈ സംഘാടകരും വലിയ രീതിയിൽ ക്രമീകരണങ്ങൾ, ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് അവരെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തുടങ്ങിയത്. അതും പോലീസിന് വിനയായി മാറി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളും അപകടകരമായ സാഹചര്യത്തിലുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ ക്രമീകരണങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ആളുകൾക്ക് അകത്തേക്ക് കയറാൻ പോലും ചില സ്ഥലങ്ങൾ കഴിയുന്നില്ല. ഈ മുഖ്യമന്ത്രിയുടെ വാഹനം ഇറങ്ങുന്ന ഒരു സ്ഥലം മാത്രം ഇന്നലെ അത് ചെറുതായി ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ സാഹചര്യത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ സാധാരണക്കാരായ ആളുകളുടെ വയറ്റത്തടിച്ചുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. ഈ ആദ്യം പറഞ്ഞത് ഈ പാർക്ക് മുതൽ, അതായത് നമ്മൾ ഈ കാണുന്ന ഓപ്പൺ സ്റ്റേജ് മുതൽ അവിടെ നമ്മുടെ കടൽപ്പാലം വരെയുള്ള ഭാഗത്തെ കടകൾ അടയ്ക്കണമെന്നായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി അതിന്റെ മുഴുവൻ ഭാഗവും അപ്പുറത്തേക്കുള്ള ഭാഗങ്ങൾ കൂടി നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ തന്നെ ഏകദേശം 400ഓളം പേരുടെ എല്ലാ ദിവസത്തെയും അവരുടെ ദൈനംദിന ഉപജീവന മാർഗമാണ്. അവർക്ക് ജീവിക്കാനുള്ള വക കിട്ടുന്നത് ഇവിടുത്തെ ഈ ഐസ്ക്രീം കച്ചവടത്തിലൂടെയും അല്ലെങ്കിൽ ഈ ചെറുകിട ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെയുമാണ്. അത്തരം സംവിധാനത്തിൽ, അതായത് വലിയ സംവിധാനങ്ങൾ അല്ല എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷയ്ക്ക്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ അത് ഒരു വലിയ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ തിരിച്ചടി സംഭവിച്ചു എന്നുള്ളതാണ്. ഈ ഒരു റാമ്പ് ഭാഗം, നമ്മൾ ഈ കാണുന്ന ഈ റാമ്പ് ഭാഗം മാത്രമാണ് ഇവിടെ ഒരു സ്റ്റേജിലേക്കുള്ള ഒരു ക്രമീകരണം എന്നുള്ള ഭാഗമായി തൽക്കാലത്തേക്കൊന്ന് റെഡിയാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ കടകൾക്കെല്ലാം, അത് എന്തുകൊണ്ടാണ് ഇത്രയും വൈകി ആ നിയന്ത്രണത്തിലേക്ക് പോയതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം അങ്ങനെ വൈകിയല്ല ഈ സംവിധാനം അറിയിക്കേണ്ടത്. അങ്ങനെ ഒരു അറിയിപ്പ്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കച്ചവടക്കാരെ നേരത്തെ അറിയിക്കേണ്ട ഒരു മര്യാദ കൂടി ഉണ്ടായിരുന്നു. ആ മര്യാദ ഈ കാര്യത്തിനകത്ത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം പല നോട്ടീസുകൾ, പല തട്ടിലുള്ള നോട്ടീസുകളാണ് അവർക്ക് നൽകിയത് എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ നൽകിയത് ഈ തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നോട്ടീസ് നൽകുന്നു. അത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ആ നോട്ടീസ് നൽകുന്നതെങ്കിൽ രാത്രി 9:30 പദ്ധതി വീണ്ടും മാറുന്നതായുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇതിനകത്ത് ഒരു പ്ലാനിങ്ങിൽ ആദ്യം തന്നെ പാളിച്ച വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് എന്തായാലും ഇന്നലെ രാത്രിയോടെ തന്നെ പ്രതിപക്ഷ നേതാക്കളൊക്കെ ഈ വിഷയം കാര്യമായി സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ 120 പാവപ്പെട്ട മനുഷ്യന്മാർ, അവർക്ക് സഹായമൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, കൂടുതൽ കച്ചവടം ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല, പക്ഷേ അവരെ ഉപദ്രവിക്കാതിരുന്നെങ്കിൽ നന്നായേനെ. ഇന്നത്തെ ഒരു ദിവസം ഒരു അവധിക്കാലമാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ മുഴുവൻ അവരുടെ കച്ചവടം മുഴുവൻ നഷ്ടപ്പെടുത്തി. അവർക്കുണ്ടായ മറ്റു നഷ്ടങ്ങളൊക്കെ അപ്പുറത്താണ്. അതിനും അപ്പുറത്ത് അന്നന്നത്തെ ഉപജീവനം കഴിക്കുന്ന മനുഷ്യന്മാരുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സുരക്ഷ ഒരുക്കൽ എന്നത് അത്യന്തം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. 120ഓളം വെറും പച്ചവെള്ളം മാത്രം വിൽക്കുന്ന അത്തരത്തിലുള്ള കടകളും അവിടെയുണ്ട്. കുപ്പിയിൽ വെള്ളം വിൽക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ ഇന്നത്തെ ദിവസം അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് മുഖ്യമന്ത്രിക്ക് എന്ത് തരം സുരക്ഷയാണ് ഒരുക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. ഇതിന് ഉത്തരം എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു തരം പ്ലാനിങ്ങും ഇല്ലാതെ പല നോട്ടീസുകൾ നൽകി ഇതിൻ്റെയൊക്കെ മറുപടിയായി, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസാനം ഉണ്ടായത് ഒറ്റ കാര്യമാണ്, ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഒരു ദിവസത്തെ കച്ചവടവും പോയി, ഇങ്ങനെ കുറേ ആളുകൾ വരും എന്നതുകൊണ്ട് അവർ സംഭരിച്ച് അതിനായി ചെലവാക്കിയ പൈസയും പോയി എന്നത് മാത്രമാണ് സംഭവിച്ചത്.